അല്ല ഗൈസ്, അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ളത് ഒരു 4.1 ഹോം തിയേറ്റർ ആഡിയോ ബോർഡാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നമ്മളൊരു 4.1 ആംപ്ലിഫയർ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പഴയ ആംപ്ലിഫയറിൻ്റെ ക്യാബിനറ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇത് സെറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, ആദ്യം തന്നെ നമുക്ക് ആംപ്ലിഫയറിൻ്റെ സ്ക്രൂസൊക്കെ ഊരി ബോർഡൊക്കെ പറിച്ച് കളയേണ്ടതായിട്ടുണ്ട്. അടുത്തായിട്ടുള്ള എല്ലാം വെട്ടിപ്പറക്കി എടുക്കാം. ഗൈസ്, അപ്പോൾ കണക്ഷൻസ് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് വോളിയം കൺട്രോളറിൻ്റെ ഓപ്ഷനാണ്. ഇവിടെ നടുക്കായിട്ടുള്ളത് ഗ്രൗണ്ടും ഇത് റൈറ്റ് ലെഫ്റ്റ് ആണ്. പിന്നെ ഇവിടെ 5 വോൾട്ടേജ് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു സോക്കറ്റ് ഉണ്ട്. പിന്നെ അത് ഇവിടെയാണ് 12-0-12 എന്ന ട്രാൻസ്ഫോമർ യൂസ് ചെയ്ത് ഇതിന് പവർ കൊടുക്കേണ്ടത്. ഇവിടെ ഊഫറിൻ്റെ സെക്ഷനാണ്. പിന്നെ ഇതാ ഇവിടെ ബാസിന് വേണ്ടിയിട്ടുള്ള നടുക്കുള്ള ഗ്രൗണ്ടാണ്, സൈഡിലുള്ള റൈറ്റ് ലെഫ്റ്റ് ആണ്. പിന്നെ ഇവിടെ സ്പീക്കറിന് വേണ്ടിയിട്ട് ഇവിടെ 2 സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും അതുപോലെ തന്നെ നടുക്കുള്ളത് ഗ്രൗണ്ടാണ്, സൈഡിലുള്ള 2 റൈറ്റ് ലെഫ്റ്റ്, ഇവിടെയും ഗ്രൗണ്ട് റൈറ്റും ലെഫ്റ്റ്. ഇത്രയുള്ള ഇതിൻ്റെ കണക്ഷൻസ്. ഇനി ആഡിയോ ബോർഡ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ക്യാബിനറ്റിലോട്ട് ഫിക്സ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇനിയുള്ള കണക്ഷൻസും കാര്യങ്ങളെല്ലാം ആ ബോർഡിൽ ഞാൻ വിശദീകരിച്ച പോലെ കണക്ട് ചെയ്യുക. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇൻഫോടെക്സ് എന്ന അക്കൗണ്ടിൽ കയറി നോക്കിയാൽ മതി. ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.